നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എയർടെൽ വിത്ത് ജിയോ ഡൗൺലോഡിങ് ആൻഡ് അപ്ലോഡിങ് സ്പീഡ്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ചിൽ പോയി നെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. എൻ്റെ ഈ ഫോണിൽ 2 സിം ഉണ്ട്. ഞാൻ എയർടെൽ വെച്ചിട്ട് ആദ്യം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഫിഗറായി വന്നിരിക്കുക. നമ്മളത് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കാണാം. ഇതവിടെ ഓപ്പറേറ്റർ എന്ന് കാണുന്നത് എയർടെൽ 5G. ഇത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഡൗൺലോഡിങ് സ്പീഡാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഇവിടെ 496 MB നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒരു 1 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇത് നമുക്ക് 453 നമുക്ക് ഏകദേശം റീച്ചായി. ഇത് ഡൗൺലോഡിങ് സ്പീഡ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്ലോഡിങ്. നമുക്ക് അവിടെ ഒരു ബ്ലൂ ടിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ, അത് നമുക്ക് അപ്ലോഡിങ്. നമുക്ക് മാക്സിമം എത്ര സ്പീഡ് കിട്ടും നോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. എയർടെൽ 5G ആണ്. പക്ഷേ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അപ്ലോഡിങ് നമുക്ക് കാണിക്കുന്നത് 579. ഇതാണ് നമുക്ക് മാക്സിമം 6 വരെ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, ഏകദേശം നമുക്ക് എത്ര വരുന്നു. ഇത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താഴത്തൊരു ബ്ലൂ ടിക്ക് ഇങ്ങനെ നമുക്ക് കാണാം. ടോട്ടൽ നമുക്ക് വന്നു. ഇതാണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് എയർടെലിൻ്റെ 666.55. ഇനി അപ്ലോഡിങ് 6.87. ഇതാണ് നമുക്ക് എയർടെലിൻ്റെ ഡീറ്റെയിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ 5G. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എയർടെൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മളിതും ചെക്ക് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എയർടെലിൽ നിന്ന് നെറ്റ്വർക്ക് മാറ്റി 5Gയിലോട്ട് ചേഞ്ച് ചെയ്തു ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഡൗൺലോഡിങ് നമുക്ക് 133 സംതിങ്ങാണ്. നമുക്ക് നോക്കാം, നമുക്ക് ഏതൊരു പോകും നോക്കാം. 5G അല്ലേ, എന്തായാലും മോശമാവില്ല, ജിയോ അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്ലോഡിങ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു 10 സെക്കൻഡ് മാക്സിമം. വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് വന്നിരിക്കുന്നത് 1.3, 1.12. അത്യാവശ്യം നല്ല അപ്ലോഡിങ് സമയം തന്നെ. എയർടെലിനെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ജിയോ ആണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത റിസൾട്ട് പ്രകാരമാണ് നമ്മൾ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് രണ്ടിൻ്റെയും അപ്ലോഡിങ് ആൻഡ് ഡൗൺലോഡിങ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോക്ക് ലാസ്റ്റ് ഉണ്ടേ. വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ജിയോ ഡൗൺലോഡിങ് ആൻഡ് അപ്ലോഡിങ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഗൂഗിൾ. എത്ര പെട്ടെന്നാണ്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത് ജിയോ റിസൾട്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് ഡൗൺലോഡിങ് ആൻഡ് അപ്ലോഡിങ്, ഒന്നും പറയാനില്ല. ജിയോ വേറെ ലെവലാണ്. കണ്ടില്ലേ, എയർടെൽ വിത്ത് ജിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് നമുക്ക് ഫൈനലിൽ വന്ന റിസൾട്ട്, എയർടെൽ വിത്ത് ജിയോ. എനിക്ക് ഏറ്റവും ബെറ്ററായി തോന്നിയത് ജിയോ.